ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുജ്തബ ഖമനേയിക്ക് പരിക്കേറ്റതായി ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ സ്ഥിരീകരിച്ചു. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. തന്റെ പിതാവായ ആയത്തുള്ള അലി ഖമനേയിയുടെ പിൻഗാമിയായി മുജ്തബ ഖമനേയി അധികാരമേറ്റെടുക്കാനിരിക്കെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരിക്കിന്റെ സ്വഭാവത്തെക്കുറിച്ചോ അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചോ ഉള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും രാജ്യത്തെ സുപ്രധാന ഭരണമാറ്റത്തിനിടെയുണ്ടായ ഈ വാർത്ത അതീവ ഗൗരവത്തോടെയാണ് അന്താരാഷ്ട്ര സമൂഹം വീക്ഷിക്കുന്നത്. ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചതോടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ സുസ്ഥിരതയെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായിരിക്കുകയാണ്. അതേസമയം പുതിയ പരമോന്നത നേതാവിന്റെ നിയമനത്തെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതീവ ആഹ്ലാദത്തോടെയാണ് സ്വീകരിച്ചത്. എന്നാൽ സാധാരണക്കാരായ ഇറാൻ പൗരന്മാരിൽ പലരും ഈ തീരുമാനത്തിൽ അതൃപ്തരാണ്. മുജ്തബ തന്റെ പിതാവിനേക്കാൾ കടുത്ത സ്വേച്ഛാധിപതിയാകുമെന്നും രാജ്യത്ത് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും പലരും ഭയപ്പെടുന്നു. മരണത്തിന് തുല്യമായ ഭരണമായിരിക്കുമിതെന്നാണ് ടെഹ്റാനിലെ ഒരു യുവതി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിതാവ് കൊല്ലപ്പെട്ടതിന് അമേരിക്കയോട് പ്രതികാരം ചെയ്യുവാൻ മുജ്തബ ശ്രമിക്കുമെന്നും അതിന് സാധിക്കാതെ വന്നാൽ സ്വന്തം ജനതയെ അയാൾ പീഡിപ്പിക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടുന്നു. മുജ്തബ ഖമനേയിയുടെ നിയമനം അംഗീകരിക്കാനാവില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തന്റെ അനുമതിയില്ലാതെ അധികാരമേൽക്കുന്നവർക്ക് അധികകാലം തുടരാനാവില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിൻഗാമികളെയും വേട്ടയാടുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ഭരണം നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായാണ് മുജ്തബ അറിയപ്പെടുന്നത്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുതിയ നേതാവിന് അനുകൂലമായ ദൃശ്യങ്ങൾ പുറത്തുവിടുമ്പോഴും സോഷ്യൽ മീഡിയയിൽ മുജ്തബയ്ക്ക് മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്.